അപ്പോൾ ആപ്പിളിൻ്റെ ഐപാഡ് ഇവൻറ്റ് സോറി ഒരു കാര്യം മറന്നുപോയി. ഇത്രയ്ക്കും സിമ്പിളായിട്ട് നമുക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്ന, അതായത് നമ്മളെ പോക്കറ്റിൽ എങ്ങനെ ഇടുന്നു, ഈ ഒരു ഫോൺ നമ്മളെ ഫോൺ പോക്കറ്റിൽ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്ന പോലെ ഇതിനേക്കാൾ നിസ്സാരമായിട്ട് നമുക്കിത് ഈ ഒരു ഐപാഡ് മിനിയാണിത്. സോ ഐപാഡ് ലൈനപ്പിലെ ഏറ്റവും ബെസ്റ്റ് ഐപാഡ് ആണെന്ന് ചോദിച്ചാൽ അതിതാണ് ഗൈസ്. ഇത് മാത്രമാണ് ഐപാഡ് മിനി. ഇറ്റ്സ് അമേസിങ്. കാരണം നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ഇട്ടിട്ട് നടക്കാം. അതാണ് ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഇന്നലെ നടന്ന ആപ്പിളിൻ്റെ ഐപാഡ് ഇവൻറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, എവിടെയൊക്കെയോ നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ലീക്സിലും റൂമേഴ്സിലും കേൾക്കുന്ന AI ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് ആപ്പിളിലേക്ക് വരുന്നു അല്ലെങ്കിൽ ആപ്പിൾ കൊണ്ടുവരുന്നു എന്നുള്ളതിൻ്റെ വളരെ ക്ലിയർ ആയിട്ടുള്ള സൂചനകൾ നൽകിക്കൊണ്ട് ഇന്നലെ 2-3 AI ഫീച്ചേഴ്സ് ആപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുതിയ ഐപാഡിൽ. എനിക്കൊരു കാര്യത്തിൽ വളരെ ഉറപ്പാണ്, ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള വെറുതെ ഒരു 2-3 ഫീച്ചേഴ്സ് കുത്തിത്തിരിക്കുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇവൻ്റ് ആയിരിക്കില്ല അടുത്ത മാസം നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങാൻ പോകുന്ന iOS 18-ഉം iPadOS 18-ഉം പുതിയ macOS-ഉം ഒന്നും തന്നെ നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല എന്നുള്ളൊരു ഫീലിംഗ് ഇപ്പോൾ തന്നെ എനിക്ക് വരുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇവൻറ്റിൻ്റെ പുതിയ ഐപാഡിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഐപാഡ് പ്രോ ആണ്. കാരണം ഡിസൈനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രത്യേകിച്ച് വലിയ ഡിസൈൻ ചേഞ്ച് ഒന്നും തോന്നത്തില്ല. പക്ഷേ സ്റ്റേജിൽ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ പറയാത്ത പല കാര്യങ്ങളും പല ചേഞ്ചുകളും നമുക്ക് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ സാധിക്കും. ഒന്നാമത്തെ കാര്യം, ബാക്കിൽ ക്യാമറ മൊഡ്യൂളിൻ്റെ അവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ 2 ക്യാമറ വന്നിരുന്ന സ്ഥാനത്ത് ഇപ്പം ഒറ്റ ക്യാമറയുള്ളൂ. മറ്റേ താഴെ കാണുന്നത് ലൈഡാർ സെൻസർ ആയിരുന്നു. പ്രീവിയസ്ലി ഉണ്ടായിരുന്നത് 2 ക്യാമറ ആയിരുന്നു. അതിലൊന്ന് അൾട്രാ വൈഡും മറ്റൊന്നും വൈഡും ആയിരുന്നു. അപ്പോൾ അതിലെ അൾട്രാ വൈഡ് ക്യാമറ ആപ്പിൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കി. അതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായതായിട്ട് കേട്ടിട്ടില്ല. പക്ഷേ ഈ ഒരു ഇമേജിൽ ചിന്തിച്ചിട്ടും ഒട്ടും എത്തും പിടിയും കിട്ടാത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു കോർണറിലുള്ള ആ ഒരു സെൻസർ അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് ഡോട്ട് അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം നമുക്കവിടെ ഫ്ലാഷ് ഉണ്ട്, മൈക്രോഫോൺ ഉണ്ട്, പക്ഷേ ആ ചെറിയ ബ്ലാക്ക് ഡോട്ട് മേ ബി ആപ്പിൾ iOS അല്ലെങ്കിൽ iPadOS 18 ഇറങ്ങുന്ന ടൈമിൽ എക്സ്ട്രാ എന്തെങ്കിലും സെൻസർ ആണോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. രണ്ടാമത് ഡിസൈനിൽ വന്നിരിക്കുന്ന മറ്റൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഇതിൻ്റെ തിക്നെസ് ആണ്. ആപ്പിൾ ഇതുവരെ അവരുടെ ചരിത്രത്തിൽ ഇറക്കിയിട്ടുള്ള ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്നലെ നമ്മൾ ലോഞ്ച് ചെയ്ത 13-ഇഞ്ച് ഐപാഡ് പ്രോ എന്ന് പറയുന്നത്. കാരണം ഇതുവരെ ഇറക്കിയിട്ടുള്ള ഏറ്റവും തിന്നസ്റ്റ് ആയിട്ടുള്ള ഒരു ആപ്പിൾ ഡിവൈസ് എന്ന് പറയുന്നത് ഐപോഡ് ടച്ച് 7th ജനറേഷൻ ആണ്. ഐപോഡ് ടച്ച് അല്ല, ഐപോഡ് നാനോ 7th ജനറേഷൻ. അതിനേക്കാൾ ചെറുതാണ് ഇന്നലെ റിലീസ് ചെയ്ത ഐപാഡ് പ്രോ 13-ഇഞ്ച്. എക്സാക്ട്ലി പറയുവാണെങ്കിൽ 5.1 ഇഞ്ചാണ് ഇതിൻ്റെ ഓവറോൾ തിക്നെസ് എന്ന് പറയുന്നത്. എന്നാൽ 11 ഇഞ്ചിലേക്ക് വരും, ഐപാഡ് പ്രോ 11 ഇഞ്ചിലേക്ക് വരുമ്പം അത് 5.3 ഇഞ്ചസ് ആണ്. ഇനി ഐപാഡ് പ്രോയുടെ ഇൻറ്റേർണൽസിലേക്ക് വരുമ്പോൾ ഇതിനെ പവർ ചെയ്യുന്നത് ഇതുവരെ ആപ്പിൾ മാക്കിൽ പോലും കൊണ്ടുവരാത്ത പുതിയൊരു ചിപ്സെറ്റാണ് ഇതിൽ കൊടുത്തിരുന്നത്. അതാണ് M4 എന്ന് പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് ആപ്പിൾ M4 ഇതിൽ കൊടുത്തു, M3 സ്കിപ്പ് ചെയ്തു എന്നുള്ള ചോദ്യം വരുവാണെന്നുണ്ടെങ്കിൽ M3 പ്രോസസ്സർ എന്ന് പറയുന്നത് TSMCയുടെ N3B എന്ന് പറയുന്ന ഒരു ആർക്കിടെക്ചറിലുള്ള പ്രോസസ്സറാണ്. അതിന് ഈൽഡ് കുറവാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ആപ്പിൾ അപ്പാടെ ഈവൻ ഐപാഡ് എയർ ലൈനപ്പിൽ പോലും ആപ്പിൾ M3 കൊടുത്തില്ല. അതിൽ പോലും M2 ആണ് കൊടുത്തേക്കുന്നത്. ഐപാഡ് എയറിൽ M2ഉം ഇതിൽ M3യും M4ഉം ആണ് കൊടുത്തേക്കുന്നത്. സോ ആ ഒരു എൻറ്റയർ സീരീസ് തന്നെ അല്ലെങ്കിൽ ആ ഒരു M3 എന്ന് പറയുന്ന ആ ഒരു ചിപ്സെറ്റ് തന്നെ ആപ്പിൾ കംപ്ലീറ്റ്ലി ഐപാഡ് ലൈനപ്പിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ഇവിടെ ഇൻറ്റേർണൽസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു മൈനർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് വൈസാണ് ആ ഒരു ഡിഫറൻസ് കൊണ്ടുവന്നത്. അതായത് അപ് ടു 512 GB വരെ ആപ്പിൾ കൊടുത്തേക്കുന്ന കോർ കൗണ്ട് എന്ന് പറയുന്നത് 9 കോറാണ്. അതോടൊപ്പം 8 GB RAM ആണ്. എന്നാൽ 1 or 2 TB ഡിവൈസുകൾക്ക് ആപ്പിൾ 10 കോർ പ്രോസസ്സറും 16 കോർ റാമും ആണ് കൊടുത്തേക്കുന്നത്. ഇൻറ്റേർണൽസ് കഴിഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. കാരണം ആപ്പിൾ ആദ്യമായിട്ട് ഐപാഡ് ലൈനപ്പിൽ OLED പാനൽസ് നമ്മൾ ഐഫോണിൽ ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ള iPhone 10 മുതൽ നമ്മൾ കാണുന്നതാണ് OLED പാനൽസ്. അതുപോലെ OLED ടെക്നോളജി ആപ്പിൾ ഐപാഡിലേക്കും ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ഈ ഒരു പാനലിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് 2 OLED ഡിസ്പ്ലേ അല്ലെങ്കിൽ OLED പാനൽസ് സ്റ്റാക്ക് ചെയ്ത് കൊണ്ടുവന്നേക്കുന്ന ടാൻഡം ടെക്നോളജിയാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടാൻഡം OLED എന്ന് പറയുന്ന പേരിലാണ് ആപ്പിൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഡിവൈസുകളിൽ
OLED പാനൽസ് നമുക്ക് ഒറ്റ സിംഗിൾ ലെയർ ആണെങ്കിലും മതി. പക്ഷേ ഇത്തരം വലിയ ലാർജർ ഡിസ്പ്ലേയിലേക്ക് വരുമ്പം നമുക്ക് ആ ഒരു മാക്സിമം ബ്രൈറ്റ്നസ് കീപ്പ് ചെയ്യാൻ, അതായത് 1000 നിറ്റ്സ് എന്നുള്ള ആ ബ്രൈറ്റ്നസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ഈ ഒരു 2 ഡ്യുവൽ ലെയർ ഓഫ് OLED ഷീറ്റുകൾ അല്ലെങ്കിൽ പാനൽസ് കൊടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ നോർമൽ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1000 നിറ്റ്സും ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1600 നിറ്റ്സും ആണ്. ഇതുകൊണ്ട് തന്നെ നമുക്ക് വെളിയിലാണെങ്കിലും യാതൊരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് തന്നെ ഐപാഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഐപാഡ് പ്രോയിൽ പുതിയ ഡിസ്പ്ലേയും പുതിയ ഫീച്ചേഴ്സൊക്കെ വരുമ്പം തീർച്ചയായിട്ടും നമുക്കുണ്ടാകുന്നൊരു സംശയമാണ്, എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഓവറോൾ ഹീറ്റ് മാനേജ്മെൻറ്റ്, അതോടൊപ്പം ഈ ബാറ്ററിയുടെ കാര്യം. അതിന് ക്ലിയർ ആയിട്ടുള്ള ഉത്തരം ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം 20% ബെറ്റർ ഹീറ്റ് മാനേജ്മെൻ്റ് ആണ് ആപ്പിൾ ഇതിൽ ഓഫർ ചെയ്യുന്നത്. അതായത് പുതിയ ഐപാഡ് പ്രോയിൽ, ഇത്രയും തിന്നറായിട്ടുള്ള ഐപാഡ് പ്രോയിൽ ആപ്പിൾ 20% പ്രീവിയസ് ജനറേഷനേക്കാൾ ബെറ്റർ തെർമൽ പെർഫോമൻസ് ഓഫർ ചെയ്യും. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പം പ്രീവിയസ് ജനറേഷൻ്റെ സെയിം ബാറ്ററി പെർഫോമൻസ് ആണ് ഇതിലും ഓഫർ ചെയ്യുന്നത്. അതേ സെയിം ബാറ്ററി ബാക്കപ്പ് ഇത് ഓഫർ ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം ഈ ഒരു M4 എന്ന് പറയുന്ന ഇത്രയും ചെറുതായിട്ടുള്ള ഒരു ഡിവൈസ് ആകുമ്പം തീർച്ചയായിട്ടും അതിൻ്റെ ബാറ്ററിയുടെ കപ്പാസിറ്റിയുടെ കാര്യത്തിലും ഡിഫറൻസ് കാണും. കാരണം കുറച്ചും കൂടെ നാരോ ആകും. എന്നാൽ അതിനെയെല്ലാം മാറ്റിക്കൊണ്ടാണ് M4 എന്ന് പറയുന്ന ചിപ്പ് കൊടുത്തേക്കുന്നത്. അത് ആ ഒരു ചിപ്പ് M4 എന്ന് പറയുന്ന ചിപ്പിൻ്റെ ആ ഒരു പവർ കൺസപ്ഷനാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ആ ഒരു പവർ കൺസപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. എന്നാൽ ഐപാഡ് എയറിലേക്ക് വരുമ്പോൾ ഡിസൈൻ വൈസ് യാതൊരു മാറ്റവും ഇല്ല. സെയിം ഡിസ്പ്ലേ, സെയിം ഡിസൈൻ എല്ലാം തന്നെ സെയിം ആണ്. എക്സെപ്റ്റ് ഈ ഒരു ഫ്രണ്ടിലേക്ക് വരുമ്പം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് പാനലിൽ ക്യാമറയുടെ പ്ലേസ്മെൻറ്റ് ഇപ്പം മാറിയിട്ടുണ്ട്. ഇതുവരെ നമുക്ക് വെർട്ടിക്കലി ആയിരുന്നു ക്യാമറ പ്ലേസ് ചെയ്തെങ്കിൽ ഇപ്പം നമുക്ക് ലാൻഡ്സ്കേപ്പ് മോഡിലായിരിക്കും ഈ ഒരു ഏരിയയിലാണ് ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒതൻറ്റിക്കേഷൻ ബയോമെട്രിക് എന്ന് പറയുന്നത് നമുക്ക് ഫേസ് ID അല്ല, ടച്ച് ID തന്നെയാണ് ഇപ്പോഴും എയറിൽ. പക്ഷേ എയറിന് ഈ വർഷം കൊണ്ടുവന്നേക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് എയർ 2 മോഡൽസിൽ അല്ലെങ്കിൽ 2 ഡിസ്പ്ലേ സൈസിൽ അവൈലബിൾ ആണ്. ഐപാഡ് പ്രോ പോലെ തന്നെ 11 ഇഞ്ചസിലും 13 ഇഞ്ചസിലും ഐപാഡ് എയർ നമുക്ക് ഇനി മുതൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ലാർജർ ഡിസ്പ്ലേ അല്ലെങ്കിൽ വലിയൊരു ഡിസ്പ്ലേ ഉള്ള ഐപാഡ് ഉപയോഗിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് എയറിൻ്റെ 13 ഇഞ്ചും ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ഈ പറഞ്ഞ 4 ഐപാഡുകളിലും നമുക്ക് 5G സപ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ Wi-Fi 6E സപ്പോർട്ടും ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ആക്സസറീസിലേക്ക് വരുമ്പോൾ 2 പുതിയ ആക്സസറീസ് ആണ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒന്ന് ആപ്പിൾ പെൻസിൽ പ്രോ. സോ ആപ്പിൾ പെൻസിൽ പ്രോയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ നമുക്ക് കുറേയധികം സെൻസേഴ്സ് ആപ്പിൾ പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ജൈറോസ്കോപ്പ്, ഐഫോണിലൊക്കെ നമ്മൾ കാണുന്ന പോലത്തെ ജൈറോസ്കോപ്പ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രഷർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടച്ച് പാനലും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ സ്ക്വീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ഓപ്ഷൻസും ഈ പറഞ്ഞ ഓപ്ഷൻസ് എല്ലാം എനേബിൾ ചെയ്യുന്നത് നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഡെവലപ്പേഴ്സ് വേണം ഇതുപോലത്തെ ഉള്ള ഫംഗ്ഷനാലിറ്റീസ് അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. സോ നിങ്ങളിങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പം നിങ്ങൾക്ക് പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മറ്റൊരു സെറ്റിംഗ്സിലേക്കോ അല്ലെങ്കിൽ ഫിംഗേഴ്സ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോലും മാറ്റാതെ നിങ്ങൾക്ക് പല ഓപ്ഷൻസും ആക്സസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഹോവർ, നമുക്ക് കഴിഞ്ഞ വർഷം ഐപാഡിൽ കൊണ്ടുവന്നാണ് ഹോവറിങ് ഫംഗ്ഷനാലിറ്റി. നമ്മളിങ്ങനെ ആപ്പിൾ പെൻസിൽ ഐപാഡിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ തന്നെ നമുക്ക് ഹോവർ എന്ന് പറഞ്ഞ ഫീച്ചർ ഉപയോഗിച്ച് നമുക്ക് സ്കെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. ആൻഡ് അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതാണ് ജൈറോസ്കോപ്പ് കൊണ്ട് നമുക്ക് ഡിവൈസിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പെന്നിൻ്റെ ടിൽറ്റ് നമുക്ക് ഹൊറിസോണ്ടലി ആണോ വെർട്ടിക്കലി ആണോ എന്നുള്ളത് പ്ലേസ് ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി നിങ്ങൾ ഈ ഒരു പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ പെട്ടെന്നും ഈസി ആയിട്ട് നിങ്ങളുടെ ആ ഒരു ബ്രഷിൻ്റെ ഫേസ് നിങ്ങൾക്ക് ഹൊറിസോണ്ടലി അല്ലെങ്കിൽ വെർട്ടിക്കലി പ്ലേസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് പുതിയ മാജിക് കീബോർഡ്. അപ്പോൾ ഈ ഒരു മാജിക് കീബോർഡിൻ്റെ പ്രത്യേകത ഇതൊരു യൂണിബോഡി അലുമിനിയം ഡിസൈനാണ്. അലുമിനിയത്തിലാണ് ഈ ഒരു മാജിക് കീബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് മാക്ബുക്കിൻ്റെ ആ ഒരു സെറ്റപ്പാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് രണ്ട് പാംസും നമുക്ക് നല്ലപോലെ പ്ലേസ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അതോടൊപ്പം ഒരു വലിയ ലാർജർ ട്രാക്ക് പാഡാണ് ആപ്പിൾ ഇതിൽ കൊടുത്തേക്കുന്നത്. മാക്കിൽ എങ്ങനെയാണോ ഉള്ളത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിലും യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം മാക്കിൽ എങ്ങനെയാണോ വരുന്നത് അതേപോലെ തന്നെ ഫുള്ളി ഫ്ലഡ്ജ് ആയിട്ടുള്ള കീബോർഡും ക്വാട്ടിക് കീബോർഡും അതിൽ കൊടുത്തിട്ടുണ്ട്. ഐപാഡ് പ്രോ പോലെ തന്നെ സ്പേസ് ഗ്രേ ആൻഡ് സിൽവർ കളേഴ്സിൽ നമുക്ക് ഈ ഒരു കീബോർഡും മാജിക് കീബോർഡും അവൈലബിൾ ആകുന്നതായിരിക്കും. ഈവൻ ഐപാഡ് എയറിൻ്റെ കാര്യത്തിലാണെങ്കിലും അധികം കളർഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഓപ്ഷൻസ് നമുക്ക് ഈ വർഷം അവൈലബിൾ അല്ല. 4 കളേഴ്സാണ്, പർപ്പിൾ, ബ്ലൂ, സ്റ്റാർലൈറ്റ് ആൻഡ് സ്പേസ് ഗ്രേ. ഈ 4 കളേഴ്സാണ് ആപ്പിൾ കൊടുത്തിരിക്കുന്നത്. സോ ഓവറോൾ പറയുവാണെങ്കിൽ ഇപ്പം ആപ്പിളിനെ പറ്റി അധികം അറിയത്തില്ലാത്തവർ തീർച്ചയായിട്ടും പറയും ഇതിനകത്ത് വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ കാണുന്നതിൽ വിഷ്വലി വരുന്ന ഡിസൈൻ ചേഞ്ചസോ അല്ലെങ്കിൽ ഷേപ്പിനകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ മാത്രമല്ല ഒരു പ്രോഡക്റ്റ് വരുമ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം. പ്രൊഡക്റ്റ് വരുമ്പം നമുക്ക് കാണാനുള്ള ലുക്കിൽ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ട് ആ പ്രോഡക്റ്റ് നന്നാകണം എന്നില്ല. നമുക്ക് അതായത് യൂസേഴ്സിന് ഫ്ലെക്സിബിളായിട്ടും വളരെ റിലയബിളായിട്ടും കൂടുതൽ രീതിയിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിലുള്ള യൂസർ എക്സ്പീരിയൻസ് ലഭിക്കുന്ന എന്ത് ചേഞ്ചും അതൊരു വെൽക്കമിങ് ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പം പുതിയ ഈ പറഞ്ഞ ഡിവൈസുകളും പ്രോഡക്റ്റുകളും എല്ലാം തന്നെ പ്ലീസിങ് ആണ് ആൻഡ് പ്രോമിസിങ്ങുമാണ്. കാരണം ഇനി വരുന്ന അടുത്ത മാസം റിലീസ് ചെയ്യാൻ പോകുന്ന പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമുക്ക് ഇതിൽ കൂടുതൽ ഫങ്ഷണാലിറ്റീസ് ഈ പറഞ്ഞ ഡിവൈസുകളിൽ നിന്ന് തന്നെ
നമുക്ക് ലഭിക്കുന്നതായിരിക്കും. എസ്പെഷ്യലി ഈ പെർഫോമൻസിൽ ഉണ്ടായിരിക്കുന്ന M2ഉം M4ഉം കൊണ്ടുവന്നതിലൂടെ ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ, അതിലിനി വരാൻ പോകുന്ന OS ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്, സോ തീർച്ചയായിട്ടും നല്ലൊരു ഡിവൈസുകൾ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആൻഡ് പ്രൈസ് വൈസ് നോക്കുമ്പോഴും